ഇതാണ് റണ്ടോൾഫ് കോളേജിൻ്റെ എൻട്രൻസ് കേട്ടോ. അതായത് ബിൽഡിങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഇത് എവിടെയാണ് ബോർഡ് ചെയ്യുന്നത്? ഇത് വിമൻസ് കോളേജായിട്ടാണ് തുടങ്ങിയത് 1891. ഇപ്പോൾ അത് മിക്സഡ് കോളേജാണ്, കോയഡ് കോളേജാണ്. ഇത് ക്യാമ്പസാണ്. പുറത്തുനിന്നുള്ള ഒരു വ്യൂ ആണ് കാണി. അപ്പോൾ ഇത് ഫുൾ വീഡിയോ എടുക്കാനൊക്കെ ഒത്തിരി സമയമെടുക്കും. ഇത് എല്ലാം അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിൻ്റെ അടുത്ത് സഹായത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കർസറി വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോർഡ് ഇവിടെ ഒരെണ്ണം വെച്ചാലുണ്ട്. ഇപ്പോൾ വിമൻസ് കോളേജല്ല, ഇത് 1891 തുടങ്ങിയ അപ്പോൾ വിമൻസ് കോളേജായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൻ്റെ അകത്ത് കയറി നോക്കാം. അതിനുള്ള ബാക്കിയുള്ള വ്യൂസ് ഞാൻ കാണിക്കാം. എന്തായാലും ഒരു കോംപ്രിഹെൻസീവ് ആയിരിക്കില്ല, ജസ്റ്റ് ഒരു ഓടിച്ചിട്ടുള്ള ഒരു വ്യൂ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പെർമിഷൻ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ വിസിറ്റേഴ്സിനുള്ള ഇത് വെച്ചിട്ട് ജസ്റ്റ് നടന്നെടുത്തോളാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അകത്തുള്ള കുറച്ച് വ്യൂസ് കാണിച്ചു തരാം. ഓക്കെ, റണ്ടോൾഫ് കോളേജിൻ്റെ അഡ്മിഷൻ സെൻറ്ററാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കണ ഉണ്ടായിരുന്നു, അഡ്മിഷൻ സെൻറ്റർ. ഈ ബിൽഡിങ്ങിലാണ് അഡ്മിഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ വേറെ ഉള്ളത് ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കോളേജിൻ്റെ തന്നെ അപ്പാർട്ട്മെൻറ്റാണ്. ഇനി സ്റ്റുഡൻസിൻ്റെ ആണോ സ്റ്റാഫിൻ്റെ ആണോ എന്ന് പറഞ്ഞൂടെ. അപ്പോൾ കോളേജ് കൈ കാണി. അപ്പോൾ ഇതാണ് റണ്ടോൾഫ് കോളേജിൻ്റെ മെയിൻ എൻട്രൻസ്, മെയിൻ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്. ഇത് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഇതൊക്കെയാണ് ക്യാമ്പസ്. ഇതൊരു പാർക്ക് പോലെയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ്ങാണ് മറ്റേ നമ്മുടെ ചാന്തം ഡൈനിങ് ഹാൾ ആൻഡ് ക്യാമ്പസ് സ്റ്റോറും മറ്റേ ക്യാൻറ്റീനുമാണ്. ഇതാണ് റണ്ടോൾഫ് കോളേജിലെ ക്യാൻറ്റീൻ. പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ചാന്തം ഡൈനിങ് ഹാൾ ക്യാമ്പസ് സ്റ്റോർ. അപ്പോൾ ഡൈനിങ് ഹാൾ കാണാത്തവർ, സ്റ്റോറും കാണാത്തവർ കണ്ടു. ഇത് ഇവിടുത്തെ ഒരു കിയോസ്കാണ്, ഈ മറ്റേ റണ്ടോൾഫ് കോളേജിലെ കിയോസ്കിലെ ഡെമോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റണ്ടോൾഫ് കോളേജിൻ്റെ ഒരു ഏരിയൽ വ്യൂ ഒന്നുണ്ട്. അവിടുത്തെ മ്യൂസിയമാണ്, മയർ മ്യൂസിയം ഓഫ് ആർട്ട്.
ഇതാണ് റെൻഡോൾഫ് കോളേജിലെ മറ്റേ മാർട്ടിൻ സയൻസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ബിൽഡിങ്. ഇതാണിത്. എനിക്ക് തോന്നുന്നു സയൻസ് ബ്ലോക്ക് ഇതാണെന്നോ. പിന്നെ ഈ റെൻഡോൾഫ് കോളേജിൽ ക്യാമ്പസിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ സീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കാണുന്ന 2 മഞ്ഞയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈ മോഡൽ സീറ്റ്. അപ്പം നമ്മുടെ നാട്ടിലും പാർക്കിലൊക്കെ ആണെങ്കിൽ ഇത് വെക്കാവുന്നതാണ്. ഫോട്ടോ പോസിനൊക്കെ പറ്റിയതാണ്. പിന്നെ അത് ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട്. ഇതും ബട്ടർഫ്ലൈ സീറ്റാണ്. ഇതാണ് ബട്ടർഫ്ലൈ സീറ്റ്. ഇവിടെ കാണിച്ചേക്കാം. നമ്മുടെ നാട്ടിലെ പാർക്കിലൊക്കെ ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റിയ മോഡലാണ് സീറ്റ്, ബട്ടർഫ്ലൈ സീറ്റ്. ഇത് റെൻഡോൾഫ് കോളേജിലെ ക്യാമ്പസിൻ്റെ ഒരു വ്യൂ ആണ്. അപ്പോൾ ഇത് ഒരു ടെന്നീസ് കോർട്ടാണ് ഇവിടെ. സുഹൃത്തുക്കളെ, ഇതാണ് റെൻഡോൾഫ് കോളേജിലെ ടെന്നീസ് കോർട്ട്. അപ്പോൾ ഇത് 1, 2, 3, 4 ടെന്നീസ് കോർട്ട് ഈ സൈഡിലുണ്ട്. അതേപോലെ 4 അപ്പുറത്തും ഉണ്ട്. റെൻഡോൾഫ് കോളേജിൽ ഒന്ന് വരികയാണെങ്കിൽ ഈ ടെന്നീസ് കോർട്ടും ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. ഓക്കെ, എല്ലാവരും കണ്ടല്ലോ. ടെന്നീസ് കോർട്ട് മുകളിലാണ്, ഹില്ലിലാണ് മെയിൻ ബിൽഡിങ്സ്. പിന്നെ ഇവിടെ സൈഡിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. അതിൻ്റെ വ്യൂ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് റെൻഡോൾഫ് കോളേജിലെ ഫുട്ബോൾ സ്റ്റേഡിയം. ഇവിടെ വരുന്ന ഫുട്ബോൾ, കുറച്ച് പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അതവിടെ ഒരു സ്കോർ ബോർഡ് വെച്ചിട്ടുമുണ്ട്. സ്കോർ ബോർഡ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കും. അവിടെയാണ് പിള്ളേർ കളിക്കുന്നത്. ലേഡി ഗോൾ കീപ്പറാണെന്ന് തോന്നുന്നു. ഇതാണ് റെൻഡോൾഫ് കോളേജിലെ ഫുട്ബോൾ ഗ്രൗണ്ട്. ഗാലറി വേണമെങ്കിൽ അതും കാണിച്ചു. അപ്പം നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇതെന്താണ്? റെൻഡോൾഫ് കോളേജിലെ ബോയിലർ റൂം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് 1930 എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ഈ ബോയിലർ റൂം എന്താണെന്ന് അറിയാവുന്നവർ പറയുക. എനിക്കെന്താണെന്ന് അറിയില്ല അത്. പിന്നെ Here for a while, then my brother's been on the team. He's a senior. Oh, nice. So, yeah. So what are you studying here? What are you studying? ഇതാണ് URL. I'm undecided right now, but I think I'm going to go into something with health, like medical, like physical therapy.